വലിയൊരു ദുരന്തമാണെന്നുണ്ടായത്. മലപ്പുറം മങ്കടയിലാണ് ഇടിമിന്നലേറ്റ് 4 വിദ്യാർത്ഥികൾ മരിച്ചത്. 3 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും ചികിത്സയിലാണ്. കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ എത്തിയവരാണ് വൈകിട്ട് അപകടത്തിൽപ്പെട്ടത്. അല്ല, ഇടിമിന്നൽ പറ്റിയിട്ടുള്ള മരണമാണ്. ചിലരൊക്കെ ആ പാറിൻ്റെ മുകളിൽ നിന്ന് മറ്റ് വീണിട്ട് മേലെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ പ്രയാസകരമായുള്ള സ്ഥിതിയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ഈ പരിക്ക് ഇപ്പോൾ 3 പേര് ചികിത്സയിൽ തുടരുന്നുണ്ട്. അവരെ ഇവിടുന്ന് റെഫർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യം ആലോചിക്കുന്നുണ്ടോ? ഒന്നും പറഞ്ഞില്ല. ആരെങ്കിലും സീരിയസ് ആയിട്ട് അവിടെ വേണ്ടേ? അവരെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. നമ്മൾ മുനിസിപ്പൽ ചെയർമാൻ അവരെ പ്രിൻസിപ്പളും മറ്റും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞുള്ളൂ. മരണം കഴിഞ്ഞവർ സ്ഥിരീകരിച്ച് ഇനിയിപ്പോൾ അവരെ തൽക്കാലം മാറ്റണമല്ലോ. ഇപ്പോൾ പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം നടക്കില്ല എന്നാണ് പറഞ്ഞത്. വൈകിട്ട് 2 കുട്ടികൾ വേറെ മരണപ്പെട്ടിരുന്നു. അപ്പോഴും ഇവിടെ പോസ്റ്റ്മോർട്ടം നടത്താൻ പോലീസ് സർജൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് നാളേക്കെന്ന് പറഞ്ഞ് വെച്ചതാണ്. അപ്പോൾ അതിനുള്ള പ്രത്യേക സൗകര്യങ്ങൾ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. 3 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മൃതദേഹങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്. അരുൺ അമൃതാണ്ട്. അരുൺ, ആശുപത്രിയിലെ ഇപ്പോഴത്തെ സാഹചര്യം ആദ്യം പറയും. പ്രതീക്ഷ നാടിനെ തന്നെ നൊമ്പത്തിലാക്കിയ ദുഃഖത്തിലാക്കിയ സംഭവമാണ്. ഇപ്പോൾ 4 പേരാണ് മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത്. 3 പേരുടെ ചികിത്സയിലാണ്. അവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പെരിന്തൽമണ്ണയിലെ മൗലാന ആശുപത്രിയിലെ ചികിത്സയിലുള്ള 3 പേരെ മാറ്റിയിരിക്കുന്നു. റോഷൻ 20 വയസ്സുകാരൻ, ഇഷാത്ത് എന്ന 19 വയസ്സുകാരൻ, സൽമാൻ ഫാരിസ് എന്ന 21 വയസ്സുകാരൻ എന്നിവരാണ് ചികിത്സയിലുള്ളത്. അവരെ ഇപ്പോൾ വിദഗ്ധ ചികിത്സയ്ക്കായി മൗലാന സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 4 പേരുടെ പോസ്റ്റ്മോർട്ടം നാളെ രാവിലെയാണ് നടക്കുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ആരോഗ്യനില അല്പം മെച്ചപ്പെട്ടു, കുഴപ്പമില്ല എന്ന് നേരത്തെ ജനപ്രതിനിധികളടക്കം പറയുന്നുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണോ മറ്റു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്? അവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? അതെ, വിദഗ്ധ ചികിത്സയ്ക്കാണ് അവരെ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. നേരത്തെ അത്തരത്തിൽ നിന്ന് തൃപ്തികരമാണ് എന്നുള്ളൊരു പ്രാഥമികമായ ഒരു വിവരം നമുക്ക് ലഭിച്ചിരുന്നു. ഇനി വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം അവിടുത്തെ ഡോക്ടർമാരുടെ ഉൾപ്പെടെ വൈദ്യസംഘത്തിൻ്റെ ഉൾപ്പെടെ വിവരങ്ങൾ വിശദീകരണം ലഭിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. വൈകിട്ട് 5:30 ഈ കുരങ്ങൻചോല എന്ന് പറയുന്ന വ്യൂ പോയിൻ്റാണ്. പ്രാദേശികമായുള്ള അത്തരത്തിലുള്ള ഒരു കേന്ദ്രമാണ്. അവിടെ സായാഹ്നങ്ങളിലൊക്കെ ആളുകൾ എത്തുന്ന സ്ഥലമാണ്. അവിടെ 5:30 സംഭവം ഉണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അറിഞ്ഞ ശ്രദ്ധയിൽപ്പെട്ടതോടെ തന്നെ നാട്ടുകാർ സംയോജിതമായ മേഖലയിലേക്ക് എത്തി ഇത് തിരിച്ചറിയുകയാണ് ഉണ്ടായത്. പിന്നാലെയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ഇവിടെ ആളുകളെ എത്തിക്കുകയും ഉണ്ടായിരുന്നത്. ആ ഒരു നടുക്കം വിട്ടുമാറാതെ തന്നെയാണ് നാട്ടുകാർ ഉൾപ്പെടെ ഈ മണിക്കൂറിലൊക്കെ നമ്മുടെ മുന്നിലേക്കൊക്കെ പ്രതികരിച്ചത് എന്നുള്ളത് തന്നെയാണ്. 4 പേരുടെ ജീവനുകൾ നഷ്ടമായി. എല്ലാവരും 20 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ളവരാണ്. കുരുന്നുകളാണ്. നാടിൻ്റെ പ്രതീക്ഷയായവരാണ്. എല്ലാവരും ഈ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഒരു വെള്ളില എന്ന് പറയുന്ന മേഖലയിൽ തന്നെ ഉള്ളവർ തന്നെയാണ്. എന്തായാലും 3 പേർ ചികിത്സയിൽ തുടർന്നു. അതിൽ സഹോദരങ്ങൾ കൂടിയുണ്ട് എന്നുള്ളതാണ്. റോഷൻ ഇപ്പോൾ ചികിത്സയിൽ തുടർന്നു. ഫഹദ് എന്ന മരിച്ച 22-കാരൻ്റെ സഹോദരൻ കൂടിയാണ്. അവർ വെള്ളില മലയിൽ സ്വദേശിയായ നിസാറിൻ്റെ മക്കളാണ് ഈ ഫഹദും റോഷനും എന്നുള്ളതാണ്. റോഷനും ഇഷാത്തും സൽമാനുൽ ഫാരിസുമാണ് നിലവിൽ ചികിത്സയിൽ തുടരുന്നത്. രതീഷ്, അവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റിയിട്ടുമുണ്ട്. മറ്റേ ആശുപത്രിയിൽ നിന്നൊരു പ്രതികരണം വന്നിരുന്നല്ലോ ഇപ്പോൾ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട്. അവിടെ പ്രധാനപ്പെട്ട ആളുകൾക്ക് ഇടപെട്ടില്ലേ? എങ്ങനെയാണ് മറ്റ് ക്രമീകരണങ്ങൾ, ഇടപെടലുകൾ? പ്രതീക്ഷ അത്തരത്തിൽ തന്നെ ഇവരെ 3 പേരെയും സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി മറ്റ് വിദഗ്ധ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അത്തരത്തിലുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ ലഭ്യമാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ആശുപത്രി അധികൃതർ ഉൾപ്പെടെ നൽകുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നാണ് വിദഗ്ധ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഇനി ഇവരുടെ മറ്റ് നടപടികളാണ്, പോസ്റ്റ്മോർട്ടം നടപടികളാണ് മരിച്ച 4 പേരുടെ. അത് 7 മണി നാളെ രാവിലെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഡോക്ടർമാർ ഇപ്പോൾ അറിയിച്ചിട്ടുമുള്ളത്. രതീഷ്.